ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസും കാര്യങ്ങളൊക്കെ. നമ്മുടെ കേരളത്തിലും ഇപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര പണി വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണ്ടായിരിക്കും, ഡൽഹിയിൽ കുറെ കാലമായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 300-ഉം 400-ഉം ആ റേഞ്ചൊക്കെയാണ്. അതായത് ഇത് ചുമ്മാ അങ്ങനെ ഒരു പുകമഞ്ഞ് വന്നുകൊണ്ട് പ്രശ്നത്തിന്റെ അല്ല കുഴപ്പം. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ, ലങ്സിനൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഡൽഹിയിൽ തന്നെ ആൾക്കാർക്ക് നമ്മുടെ മെഡിക്കൽ എക്സ്പേർട്സ് പറയണത് ലങ് ക്യാൻസർ ഭയങ്കരമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഇതിപ്പോ നമ്മൾ വിചാരിച്ചു ഇപ്പോ ഇത് ഡൽഹിയിലല്ലേ, ഇവിടെ ഒന്നും കുഴപ്പമില്ല. അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൊച്ചിയിൽ തന്നെ അവസ്ഥ. ഞാൻ വിചാരിച്ച കൊച്ചിയിൽ മാത്രം ഉണ്ടാവുന്നു. നമ്മളിപ്പോ തൃശ്ശൂർ നോക്കിയപ്പോഴും കുറച്ച് കാലം മുമ്പ് വരെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ള സംഭവം, അതായത് ഏറ്റവും ബെറ്റർ എയർ ഒരു കൊടുത്തിട്ടുണ്ടാകുന്ന സാധനമാണ്. ഇപ്പൊ തൃശ്ശൂരിലും ഒരു 6-7 മണിക്കൊക്കെ 100 റേറ്റിംഗ് ആണ് വന്നേക്കുന്നത്. 100 എന്ന് പറഞ്ഞാൽ ഭയങ്കര പോവാ, 50ന്റെ താഴെ ശരിക്കും വേണം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ 9:30 കഴിഞ്ഞിട്ടോ. 9:30 നോക്കിയപ്പോ ഇപ്പൊ കാണിക്കുന്നത് 74 74 ഭയങ്കര പൂറാണ്. അപ്പോ ആകെ പണി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുണ്ട് 74. അപ്പൊ ഇത് ലങ്സിനെ എഫക്ട് ചെയ്യും, ലങ് ക്യാൻസർ വരും. ഓൾറെഡി അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഇത് എന്താ പറയാ, ന്യൂ ബോൺ ബേബീസിനെ എഫക്ട് ചെയ്യും, ന്യൂ ബോൺ കിഡ്സിനെ എഫക്ട് ചെയ്യും, ഓൾഡ് ഏജ് ആൾക്കാരെ എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇതുപോലെ ഇഷ്യൂസ് ഉള്ളവർക്ക് എഫക്ട് ചെയ്യും. ഇത് സീരിയസ് കൺസേൺ ആണ്. ഇപ്പോ ഇതിന്റെ മെയിൻ പ്രശ്നം പോപ്പുലേഷനാണ്. പോപ്പുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോ കാക്കനാട് ആ ഇതിലൊക്കെ കുറെ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്ന പുക കൊണ്ടാണത്. പക്ഷെ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് തൃശ്ശൂർ. നിങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിലും നിങ്ങളുടെ എന്താ പറയാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് ആകെ അലമ്പലിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യ ഓൾമോസ്റ്റ് ഇപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടിച്ചു കയറി പോപ്പുലേഷനിൽ അടിച്ചു കയറി നമ്പർ 1 നിൽക്കുന്നുള്ളൂ. അതൊക്കെ ഒരൊറ്റടിക്ക് എല്ലാം കൂടി താഴും. എല്ലാമാരും ഇതുപോലെ ലങ്സ് ഒക്കെ അടിച്ചു പോയിട്ട് ആശുപത്രിക്കാർക്ക് നല്ല കോളായിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഇതിലേക്കാണ് പോകുന്നത്. എല്ലാ മരം വെട്ടലും ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ പണിയതാണല്ലോ. എന്ന് വെച്ചാൽ മരം വെട്ടാൻ ഫ്ലാറ്റ് പണിയാ. അതെ, പറഞ്ഞിട്ടില്ല, അത്രയധികം ആൾക്കാരല്ലേ ഇത് ഈ എന്താ പറയാ നമ്മുടെ നാടൻ വെട്ടികൾ പോലെ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. ഇത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഇന്ത്യ എന്താ പറയാ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് എന്താ പറയാ രോഗത്തിന്റെയും ക്യാപിറ്റലാണ്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെയും ക്യാപിറ്റലാവും ഇത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ മറക്കണ്ട. നിങ്ങളുടെ സ്ഥലവും പറയാ, ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട താഴെ. അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.